നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ള വാർത്തയാണ്. ഇപ്പോൾ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ആ വാർത്ത തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇന്നലെ രാത്രി ഒരു വാർത്ത ചെയ്തിരുന്നു രാജിയുമായി ബന്ധപ്പെട്ട്. കാരണം ശ്വേതാമേനോൻ രാജിവെച്ചിട്ടില്ല എന്ന് ശ്വേതാമേനോൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നു. എനിക്ക് ഹഡോക് കമ്മിറ്റിയിൽ വിശ്വാസ്യതയില്ല, അങ്ങനെ കമ്മിറ്റി വരാൻ പാടില്ല, അമ്മയുടെ ബൈലോ പ്രകാരം അങ്ങനെ കമ്മിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ കുറേ കാര്യങ്ങൾ എൻ്റെ വായടപ്പിക്കാൻ ശ്രമിക്കേണ്ട, എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു ശ്വേതാമേനോൻ കുറിപ്പിട്ടത്. അത് വലിയ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെയാണ് രാജികളുണ്ടായത്. ജോയ് മാത്യു രാജിവെക്കുന്നു. ജോയ് മാത്യു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാജിവെക്കുക. ഇന്നലെ വിശദമായ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ജയൻ ചേർത്തല രാജിവെക്കുന്നു, കൈലാഷ് രാജിവെക്കുന്നു. ഇപ്പോഴും രാജിവെക്കാത്തവരുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴും ഈ ഭരണം മുന്നോട്ട് പോവും, അങ്ങനെയാണ് ഹഡോക് കമ്മിറ്റി എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇരിക്കും. പക്ഷേ ജനറൽ ബോഡിയാണ് അന്തിമ വാക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമ്മാ സംഘടനയുടെ കോടതി എന്ന് പറയുന്ന ഫൈനൽ ജനറൽ ബോഡിയാണ്. അവർ തീരുമാനിക്കും. അവിടെ ഇരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പിന്നീട് നടപ്പിലാക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അതിൽ 3-2 ഭൂരിപക്ഷം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ ഭൂരിപക്ഷം ലഭിച്ചു എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. നമ്മളകത്തില്ലായിരുന്നു, അതുകൊണ്ട് നമുക്കറിയില്ല. അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ വെച്ച് ശ്വേതാമേനോൻ ഞാൻ രാജിവെക്കുന്നു, ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു എന്നും പറഞ്ഞാണ് ശ്വേതാമേനോൻ പുറത്തു പോയത്. ശ്വേതാമേനോൻ പുറത്തു പോയതിന് ശേഷവും ശ്വേതാമേനോൻ പുറത്തു പോയതിന് ശേഷവും മാധ്യമങ്ങളെടുത്ത് പറഞ്ഞത് ഇപ്രകാരം വരെ ഒന്ന് കേട്ടു നോക്കാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു കൃത്യമാണ്. ശ്വേതാമേനോൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയിൽ നിന്നും രാജിവെക്കുന്നു, അമ്മയുടെ അംഗത്വം വരെ രാജിവെക്കുന്നു, ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെച്ചു എന്ന് പറഞ്ഞിറങ്ങിപ്പോയാണ്. പക്ഷേ രാജി എന്ന് പറയുന്നത് ഔദ്യോഗികമായി അറിയിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മല്ലിക ചേച്ചി അങ്ങനെ അറിയിച്ചിരുന്നു, മെയിൽ ചെയ്തിരുന്നു. ലക്ഷ്മി പ്രിയ മെയിൽ ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് കുക്കു പറഞ്ഞു എന്ന് പറയുന്നു. ഇവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലക്ഷ്മി പ്രിയ മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നലെയാണ് മറ്റ് 3 പേരും കൂടെ മെയിൽ ചെയ്തത്. ഇനി രാജിവെക്കാത്ത കുറേ ആളുകളുണ്ട്. ഇവരെന്തിനാണ് രാജിവെക്കാത്ത? കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത്. ശ്വേതാമേനോൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയിൽ പോകുമെന്ന് കൃത്യമായി പറഞ്ഞു. അത് അവരുടെ ഒരു ആവശ്യമാണ്, അത് തെളിയിക്കട്ടെ. പക്ഷേ അമ്മയിൽ നിന്നും ഹഡോക് കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി വന്നതിന് ശേഷം അവരാണ് ഇനി കാര്യങ്ങൾ നീക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ശ്വേതാമേനോനും പിഷാരടിയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാവരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. അവർ എന്ത് പറയും എന്നറിയാമോ? നിങ്ങൾ ആദ്യം പറയും ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പെന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യമായത് നമുക്ക് ഇതിനൊന്നും നമ്മൾ ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തുടങ്ങി. പിന്നെ ബാബുരാജേട്ടൻ്റെ ഓരോ വാക്കുകൾ, സിദ്ദിഖാൻ്റെ ഓരോരോ വാക്കുകൾ, വിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം.
മീനാക്കുറുപ്പ്, ലക്ഷ്മിപ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയിട്ട പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോൾ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡോക്ക്. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചയും വിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആൻറ്റീൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ എഡോക്കിൽ ഇരിക്കുന്ന മറ്റേ സാദിഖയും സുരേഷ് കൃഷ്ണയും അന്ന് നമുക്ക് തീരെ വിശ്വാസമില്ല. ബിക്കോസ് അത് ബാബുരാജ് ഏട്ടൻ്റെയാണ്. അന്ന് കള്ളു കുടിച്ചിട്ട് ആണ് ആ ദിവസം ഉണ്ടായിരുന്നത്. ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പിഷു ഏതെങ്കിലും, എനിക്കറിയാം ഇപ്പം നല്ല ബിസിയാണ്, ഞാനൊരു 5 ക്ലയൻസിനെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവര് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ ക്യാഷ് കൊടുത്ത കാര്യം, ക്യാഷ് നടത്തിയ നീ ക്ലയന്റ് പബ്ലിക്കായിട്ട് പറയൂല്ലോ ശ്വേത. പബ്ലിക്ലി അല്ല, ഞാൻ പിഷുവിനോട് പറയാണ്. അത് കറക്റ്റ് ആണ്. അത് എനിക്കറിയാലോ. ഇത് ഞാൻ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? 2 ലക്ഷത്തിന് മേളിൽ ഒരാൾ ക്യാഷ് കൊടുത്തു ഒരിക്കലും ഒരു മറ്റൊരാളോ സമ്മതിക്കില്ല. പക്ഷെ 2 ലക്ഷത്തിന് കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് 1 ലക്ഷം അവനത് പറയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഓഡിയോ. 47 മിനിറ്റുള്ള ഓഡിയോ ആണ്. അതിൽ നിന്ന് ഞാൻ ചില സംഭവങ്ങൾ മാത്രം സൂചിപ്പിച്ചാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഓഡിയോ, ഒരു MLA ആണ് പിഷാരടി ഈ കമ്മിറ്റിയിൽ നിർബന്ധത്തോടു കൂടി വന്ന് ഇരുന്നതല്ല, എല്ലാവരും നിർബന്ധിച്ചപ്പം വന്നിരുന്നതാണ്. പിഷാരടി സംസാരിച്ചപ്പോൾ അത് പുറത്തു വന്നപ്പോൾ അതിൽ എത്രമാത്രം വിശ്വാസ്യതയാണ് ഈ ആളുകളോട് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു ചോദ്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെയാണ് ഓഡിയോ വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇയോടൊപ്പം ഇപ്പോഴും ഈ കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കാത്ത ആളുകളാണ്. സരയു രാജിവെച്ചിട്ടില്ല, ടിനി ടോം രാജിവെച്ചിട്ടില്ല, സന്തോഷ് കീഴാറ്റൂർ രാജിവെച്ചിട്ടില്ല, ഡോക്ടർ റോണി രാജിവെച്ചിട്ടില്ല, ആശാ അരവിന്ദ് രാജിവെച്ചിട്ടില്ല, അഞ്ജലി രാജിവെച്ചിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ രാജിവെക്കാനുമുണ്ട്. ഉണ്ണി ശിവാലിനെ മാറ്റി നിർത്തിയെങ്കിൽ ഉണ്ണി ശിവാൽ രാജിവെച്ചിട്ടില്ല, രാജി സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ കുറേ ആളുകൾ രാജിവെക്കാനുമുണ്ട്. ഇവരെന്തുകൊണ്ടാണ് രാജിവെക്കാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ടിനി ടോം അന്ന് തന്നെ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് വാട്സാപ്പിൽ എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഇത്രയും നാളും അമ്മയെ സേവിക്കാൻ അനുവദിച്ചാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി അമ്മയുടെ കാര്യങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാകും, ഒരു കമ്മിറ്റിയിൽ ഇരിക്കണമെന്നോ അങ്ങനെ എന്തോ കാര്യങ്ങളാണ് എഴുതുക. അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാജി ഔദ്യോഗികമായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം ഒരു രീതി അമ്മയിൽ തുടരുമ്പോൾ അമ്മയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളായ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ നല്ല പ്രവർത്തികൾ എന്നും നല്ലതായിട്ട് കാണിച്ച് കൈനീട്ടം വാങ്ങുന്ന ആളുകളുണ്ട്, സഞ്ജീവനി പദ്ധതിയിലുള്ള ആളുകളുണ്ട്, ഇൻഷുറൻസ് ലഭിക്കേണ്ട ആളുകളുണ്ട്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനി അമ്മയിലേക്കൊരു വരുമാനം നിലച്ചു പോയി ഉള്ള ഫണ്ട് എടുത്ത് കൊടുക്കേണ്ട നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ആശങ്ക വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ കോടതിയിൽ പോകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കി. ഈ കമ്മിറ്റി അംഗങ്ങൾ കുറേ ആളുകൾ കോടതി പോകും. അതുമായിട്ട് ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ ഇവർ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ 2 അംഗങ്ങൾ മാത്രം ഒപ്പിടാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആലോചിക്കട്ടെ, ചില അംഗങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അതും കൃത്യമായി ഞാൻ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ചെയ്തിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തി അവസാനിക്കുമെന്നുള്ള ചോദ്യം എല്ലാവരും മുന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനിടയിലാണ് ഉഷാ സീന ഒരു കുറിപ്പ് എഴുതിയായിരുന്നു. ഉഷാ സീന ഫേസ്ബുക്കിൽ ഒരു കാര്യം എഴുതിയത് വലിയ രീതിയിൽ സംസാരമാവുന്നുണ്ട്. നാറിയ കഥകൾ ആണ് അമ്മ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇനിയും വയ്യ, സംഘടനയുടെ നിലനിൽപ്പാണ് ആവശ്യം. അത് തകർക്കാൻ ആരെയും സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ അമ്മയിൽ വന്നിരിക്കും. അമ്മയിൽ വന്ന് ഇവരെ ഇനി തിരിച്ചു കയറി കഴിഞ്ഞാൽ അമ്മയിൽ വന്ന് നിരാഹാരം സത്യാഗ്രഹം ഉൾപ്പെടെ ഇരിക്കുമെന്നാണ് ഉഷാ ഹസീന ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇനി വുമൻ കാർഡ് ഇറക്കരുത്, അതിനുള്ള യോഗ്യതയില്ല എന്നും പറയുന്നു. ഒരു പാവം പെൺകുട്ടിയെ കൂട്ടത്തോടെ ആക്രമിച്ച കമ്മിറ്റിയാണിതെന്നും ഓർമ്മപ്പെടുത്തലും ഉഷ ചെയ്യുന്നുണ്ട്. അത് ഉഷയുടെ വേഷനാണ്. എന്തായാലും വലിയ രീതിയിൽ ഒരു എന്താ പറയുക, തെരുവിലേക്ക് എത്തിയ പോലെ ആയിപ്പോയി.
ഓരോന്ന് ഒന്ന് അവസാനിക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു ഓഡിയോ പുറത്തു വരുന്നു, അതിന്മേലുള്ള ചർച്ചയാവുന്നു. എല്ലാ ദിവസവും ചർച്ചയിലേക്ക് പോകുന്ന നിലയിലേക്കാണ് കാര്യമാണ്. ഇന്നലെ ഹഡോക് കമ്മിറ്റി ചേർന്നു. നീനാക്കുറുപ്പും കൈലാഷും സരയും കുക്കും ആദ്യം എത്തിയിരുന്നു. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെക്ക് ബുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുന്നു. ചെക്ക് ബുക്ക് വേണം, അതോടൊപ്പം തന്നെ മെയിലിൻ്റെ പാസ്വേഡ് വേണം, CCTVയുടെ ആക്സസ് വേണം എന്ന് പറയുന്നു. അത് ഉച്ച കഴിഞ്ഞ് വീണ്ടും കുക്കു എത്തിയിട്ട് 3 ചെക്ക് ലീഫാണ് ആകെ അതിനകത്ത് സൈൻ ചെയ്ത് വെച്ചാൽ 3 ചെക്ക് ലീഫ് അവരെ അവിടെ തിരിച്ചേൽപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടെ മെയിലിൻ്റെ പാസ്വേഡും ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പക്ഷേ ഇനി 15 ദിവസത്തിനുള്ളിൽ എന്നാണ്. 15 ദിവസത്തിനുള്ളിൽ ഈ അമ്മയിൽ എന്തൊക്കെയാണ് ഉള്ളത് ആ കാര്യങ്ങൾ കൃത്യമായി എഴുതി നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് 10 ദിവസത്തിൽ തന്നെ കിട്ടണമെന്നും നിർബന്ധ ബുദ്ധിയാൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എല്ലാം ഒത്തു നോക്കണം, കണക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഓക്സിജനിൽ നിന്നും വാങ്ങിയ 17 ഫോൺ, ഒരു ആപ്പിളിൻ്റെ ലാപ്ടോപ്പ്, 2 iMac സിസ്റ്റം, ഈ സിസ്റ്റമുണ്ട്. അത് ചില ആളുകൾ ഫോൺ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു, ചില ആളുകൾ കൊടുക്കാനുണ്ട്, ചില ആളുകൾ മാത്രം വാങ്ങിയിട്ടുള്ള 8-9 പേരെ വാങ്ങിയിട്ടുള്ളൂ. അവരുടെ ഫോൺ തിരിച്ചു കിട്ടണം. അതോടൊപ്പം ബാക്കി ഫോൺ അവിടെ ഇരിപ്പുണ്ട്, അത് എത്രയാണെന്ന് കണ്ടെത്തണം. പിന്നെ ഏറ്റവും പ്രധാനം, ഇവരുടെ ഒന്നും ക്യാബിൻ്റെ താക്കോൽ കൊടുത്തിട്ടില്ല. കുക്കുവിന് ജനറൽ സെക്രട്ടറി ക്യാബിനുണ്ട്, പ്രസിഡൻ്റ് ക്യാബിനുണ്ട്, ട്രഷറർ ഇരിക്കുന്ന ക്യാബിനുണ്ട്. ഇതിൻ്റെ ഒന്നും ചാവി താക്കോൽ ഇതുവരെ കൈമാറിയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ പിഷാരടിയുമായി ബന്ധപ്പെട്ട് ഈ ഓഡിയോ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിഷാരടി ഇനിയൊന്ന് ആലോചിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു പ്രശ്നങ്ങളുണ്ടായി ഒത്തുതീർപ്പിന് പോകുമ്പോൾ താൻ എന്തിനാണ് ഈ ഭാരം എടുത്തു വെക്കുന്നതെന്ന് പിഷാരടി ചിന്തിച്ചാലും തെറ്റ് പറയാനില്ല എന്നത് ഏറ്റവും പ്രാധാന്യമായിട്ട് കാണണം. ഈ രാജിയുമായി ബന്ധപ്പെട്ട് ജോയ് മാത്യുവിൻ്റെ ഒരു പ്രതികരണം നമ്മൾ മിക്ക ചാനലുകൾ കണ്ടു. ജോയ് മാത്യു അതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. ഞാൻ രാജി 2 മാസം മുമ്പ് സമർപ്പിച്ചതാണ് പ്രസിഡന്റിന്. പക്ഷെ അന്ന് അത് അവർ സ്വീകരിച്ചില്ല. കാരണം ഞാൻ കമ്മിറ്റി നേടാതെ രാജിവെച്ച് പോകുമ്പോൾ അതിന് വിവാദമാവുക, അതിന് കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവർ എന്നോട് പറഞ്ഞപ്പോൾ രാജി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ കാലുഷ്യമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉള്ളത്. അമ്മ സംഘടനയെ കുറിച്ച് പുറത്തും അകത്തും ഒക്കെ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമാവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചത്. അതായത് സംഘടന നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലായ്മയാണല്ലോ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൊണ്ടെത്തിക്കുക. അപ്പം ഇതിൻ്റെ തലപ്പത്തുള്ളവരാരാണോ, ഞാനടക്കമുള്ള കമ്മിറ്റി, അതാണ് ഭരണസമിതി ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ഒരു ജനാധിപത്യ ബോധമില്ലായ്മ, അല്ലെങ്കിൽ അച്ചടക്കരാഹിത്യം, പണ്ടത്തരങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രശ്നമുണ്ടല്ലോ. എൻ്റെ രാജ്യത്തിൽ പറയുന്നുണ്ട്, ജനാധിപത്യത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല, ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ, 3-4 ആൾക്കാരുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ മാനിക്കാം. ഭൂരിപക്ഷ അഭിപ്രായം പലപ്പോഴും വിഡ്ഢിത്തരങ്ങളായിരിക്കും. ആ വിഡ്ഢിത്തരങ്ങളുടെ ഒരു ഫൈനൽ റിസൾട്ടാണ് ശരിക്കും സംഭവിച്ചത്. വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടിയുടെ പ്രശ്നമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊരു പരിഹാരമാണ് ഒരു നടി തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് വന്നത് എന്താണെന്ന് എല്ലാവരും കരുതി. പക്ഷെ ആ ഒരു കമ്മിറ്റിക്ക് അത്തരം ഒരു രീതിയിലേക്ക് പോരാൻ കഴിഞ്ഞില്ലേ? ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല. അത് വെറുതെ പറയുന്നതാണ്. ഒരു സ്ത്രീകൾ വന്നാലൊക്കെ ശരിയാവും എന്നുണ്ട്. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവായി മാറുകയാണ്. കാരണം ഇത് വളരെ പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്ക് സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവും. അപ്പൊ ആ സ്വകാര്യ താല്പര്യങ്ങൾ നമ്മൾ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പരം സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാള് എന്നെ മോശം പേര് വിളിച്ചു എന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ
കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വമുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ എഴുതി മിക്സ് നോക്കാൻ പറഞ്ഞത് ശരിയാണ് ചെയ്തത്. കാരണം അനുഭവത്തിൽ നിന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ അനുഭവക്കുറവുണ്ടാവാം, പരിചയക്കുറവുണ്ടാവാം, ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറിവില്ലാത്തത്. ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ, ഇത് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ചുരുക്കത്തിൽ അമ്മ എന്ന പൊതുസമൂഹത്തിൽ ഒരു കോമാളിക്കൂട്ടായി മാറുക അങ്ങനെ എല്ലാവരും ഇല്ല, കുറെ ആൾക്ക് കോമാളികളായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ കരുതുക. കാരണം നിങ്ങൾ മാധ്യമങ്ങളുടെ ദിവസമാണല്ലോ പ്രധാന വാർത്ത, നിങ്ങൾക്കും താല്പര്യം ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു അന്തസ് പോയി. അവരിനിപ്പം രാജിവെക്കേണ്ടതില്ലേ? അവര് രാജിവെക്കണമെങ്കിൽ ഇനിയും വെക്കാതിരിക്കും ചെയ്യാം. ഇപ്പം പ്രസന്റ് അവര് തന്നെ പ്രസിഡന്റ്. എന്തായാലും പുള്ളിയുടെ നിലപാട് കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള ദിവസങ്ങളിലും ഇത് തന്നെയായിരിക്കും. കോടതിയിൽ പോകുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെയാണ് ശ്വേതാ മേനോൻ മുന്നോട്ട് പോകുന്നത്. താൻ BJPയിൽ നിന്നും ഫണ്ട് വാങ്ങിയെന്ന് ആരോപണം ഉന്നയിച്ചു ബാബുരാജ്. ഇതിനെതിരെയൊക്കെ കോടതിയിൽ പോകും, അത് തെളിയിക്കേണ്ട ബാധ്യത തനിക്കാണെന്ന് അവർ പറയുന്നുണ്ട്. അത് കോടതി തന്നെ നേരിടും. പക്ഷേ കോടതിയിൽ അമ്മയുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു റിസീവർ ഭരണം വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക്, ഒരു വരുമാനമില്ല, ഉള്ള പൈസകൾ തീർന്നു കഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകണമെന്ന് ആണ് എല്ലാ അംഗങ്ങളും ആഗ്രഹിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഓഡിയോ പുറത്തു വന്നപ്പോൾ വലിയ ചർച്ചയിലേക്ക് ഇപ്പോൾ താരസംഘടന അമ്മ വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടത്.